വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ മീഡിയ. കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ തുടർ പരാജയങ്ങളിൽ നിന്നും മുക്തി നേടി FC ഗോവയ്ക്കെതിരെ വമ്പൻ വിജയം നേടിയ ആത്മവിശ്വാസത്തിൽ ചിരവൈരികളായ ബംഗളൂരു FCക്കെതിരെ അവരുടെ തട്ടകത്തിൽ അംഗത്തിനിറങ്ങുകയാണ്. കണക്കുകൾ പറഞ്ഞു തീർക്കാനല്ല, കളിക്കളത്തിൽ കളിച്ചു തീർക്കാനാണുള്ളത്. ISLന്റെ കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫ് മത്സരത്തിൽ അവരുടെ മണ്ണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർക്ക് നേരിടേണ്ടി വന്ന അപമാനത്തിന്റെ പക ഒടുങ്ങിത്തീരണമെങ്കിൽ അവരുടെ മണ്ണിൽ ബംഗളൂരു FCക്ക് മേൽ വിജയം കൈവരിച്ചാൽ മാത്രമേ അവസാനിക്കൂ. ISLന്റെ ഈ സീസണിൽ ബംഗളൂരു FC അത്ര മികച്ച പ്രകടനമൊന്നുമല്ല നടത്തുന്നതെങ്കിലും താരങ്ങളുടെ പരിക്കിൽ ബ്ലാസ്റ്റേഴ്സും പ്രതിസന്ധിയിൽ തന്നെയാണ്. എന്നാൽ FC ഗോവയെ പോലെ ഒരു വമ്പൻ ടീമിനെതിരെ യുവതാരങ്ങളെ വെച്ച് വിജയിച്ചതിന്റെ ആത്മവിശ്വാസം ബ്ലാസ്റ്റേഴ്സിനുണ്ട്. മധ്യനിരയിൽ വിപിൻ മോഹനൻ കൂടി തിരിച്ചെത്തിയതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്ത് കൂടിയിട്ടുണ്ട്. അതുപോലെ അഡ്രിയാൻ ലൂണയുടെ പകരക്കാരൻ ഫെഡർ സിർണിച്ചും വളരെ പെട്ടെന്ന് തന്നെ താളം കണ്ടെത്തിയതിൽ ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ ആശ്വാസമാകും. ഗോവയ്ക്കെതിരെ ഇറക്കിയ അതേ സ്ക്വാഡ് തന്നെയാകും ബംഗളൂരു FCക്കെതിരെയും ഇവാൻ യൂക്കോമനോവിച്ച് പരീക്ഷിക്കുക. ലെസ്കോവിച്ച് പരിക്കിൽ നിന്ന് മുക്തനാകാത്ത സാഹചര്യത്തിൽ മിലോസ് ട്രിൻസിക്കിന്റെ നേതൃത്വത്തിൽ തന്നെയാകും പ്രതിരോധ നിര. പ്രഥം കോട്ടാലും പ്രവീർ ദാസും ബംഗളൂരു FCക്കെതിരെ കളത്തിൽ ഇറങ്ങുമെന്ന് തന്നെ കരുതാം. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് 11-ൽ പ്രഥം കോട്ടാൽ, മിലോസ്, ഹോർമിപ്പാൻ, നൌച്ച സിംഗ് എന്നിവരാകും ഇറങ്ങുന്നത്. മധ്യനിരയിൽ മാറ്റങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല. ജിക്സൺ, വിപിൻ മോഹനൻ, രാഹുൽ KP, സക്കായി എന്നിവർ തന്നെയാകും ഇറങ്ങുന്നത്. മുന്നേറ്റ നിരയിൽ ദിമിയും ഫെഡർ സിർണിച്ചും. അപ്പോൾ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.